ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഓർഗനൈസേഷൻ വീഡിയോ ആണ്. ആൻഡ് ഓർഗനൈസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന എൻ്റെ ഉടുപ്പുകളെയാണ് ഇന്ന് നമ്മൾ ഓർഗനൈസിങ് ചെയ്യാൻ പോകുന്നത്. ഇതിനടുത്ത് കുറേ വലിയ വലിയ ഉടുപ്പുകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് മൊത്തം കാപ്പോട്ടിൽ വെച്ചിട്ടുള്ള സ്പേഷ്യസ് മൊത്തം പോയേക്കാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, അതൊരു വേറൊരു ബാഗിലാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഷിമ്മർ മെറ്റീരിയൽ വരുന്ന ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഏറ്റവും ഫേവറേറ്റിൽ തോന്നുന്നു വന്നതാണ്. അപൂർവമായി എനിക്ക് കിട്ടിയ ഒരു നിധി എന്ന് പറയാണല്ലോ. ഇതിൻ്റെ കൂടെ ഒരു ഷാളുണ്ട്. പിന്നെ നമ്മൾ ഈ ബാഗ്സിലൊക്കെ മടക്കി വെക്കണ ഒരു മണം വരും. അത് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് അത്തറൊക്കെ പൂശിയിട്ടാണ് നമ്മുടെ ഈ ഒരു ഉടുപ്പൊക്കെ നല്ല വൃത്തിയിൽ മടക്കി വെക്കുന്നത്. അങ്ങനെ ഗൈസ്, ഒരു ട്രാൻസാക്ഷൻ വീഡിയോ പോലെയാണ് ഞാൻ എടുക്കാൻ നോക്കിയത്. ബട്ട് ചളവായി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മടക്കി കുഞ്ഞാക്കിയിട്ട് നമ്മൾ ആ ബാഗിൽ വെക്കാൻ പോകുക കേട്ടോ. ആ ബാഗിൽ കണ്ട ഒരു ബാഗ്, ആ ബാഗസിലാണ് നമ്മളാക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ഷിമ്മർ മെറ്റീരിയലിൽ നമ്മൾ ഷിമ്മറാക്കി വെക്കണം. ഓ ഗൈസ്, ഈ വീഡിയോ എടുക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ റിഫ്രഷൊക്കെ തട്ടിയിട്ടുള്ള ആ ഒരു തിളക്കണ്ടല്ല, അതൊരു വല്ലാത്തൊരു തിളക്കട്ടാ. അങ്ങനെ ഇത് പെട്ടെന്ന് അസംഭവമായി എൻ്റെ ബാഗിക്കേടിന് വേണ്ടി കറണ്ട് കുന്ത്രണ്ടം പോയടാ. അങ്ങനെ വീണ്ടും സ്ഥലം പെർഫോമൻസ് മാറ്റിയതിന് ശേഷം ഞാൻ അടുത്ത കയ്യിൽ വന്നേക്കുന്നത് ഇത് ഒരു മുന്തിരി കളർ ഉടുപ്പാണ്. ആക്ച്വലി ഇതെൻ്റെ ബർത്ത്ഡേക്ക് എടുത്താണ്. ഫുള്ള് നെറ്റ് മെറ്റീരിയൽ ആണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഇതാണ്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഷിമ്മർക്കുട്ടൻ അവിടെ ഇരിക്കുന്നു. അതിനെ എടുത്ത് പാക്കേജ് ആക്കിയിട്ട് മൊത്തം വേണം എനിക്ക് കുറച്ച് നേരം ഇരിക്കാനും തുടക്കാനൊക്കെ. അങ്ങനെ അത് ഞാൻ ഓഫാക്കി. പിന്നെ നമ്മൾ അടുത്ത കലാപരിപാടികൾ വീണ്ടും സ്റ്റാർട്ടിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടുത്തതാണ് ഈ ഒരു ലാവൻഡർ പ്ലസ് വൈറ്റ് കളർ കോംബോ ഓർഡേഴ്സ്. എനിക്ക് ഏറ്റവും എനിക്കിഷ്ടമായിട്ട് ഞാൻ മേടിച്ച ഒന്നാണിത്. പറയണവരെ എല്ലാത്തിലും നമ്മൾ സെൻറ്റൊക്കെ തേക്കണം കേട്ടോ. സോ ഞാൻ ഒരു ലാവൻഡർ കളർ അല്ലെങ്കിൽ വൈറ്റ് കളർ ഡ്രസ്സ് എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചിരിക്കുകയാണ് എൻ്റെ ബർത്ത്ഡേക്ക്. ആൾസോ അപ്പോഴാണ് ലാവൻഡർ ആൻഡ് വൈറ്റ് കോംബോയിൽ എനിക്ക് കിട്ടിയത് ഈ ഒരു ചുണ്ടരി മണീനെ കേട്ടോ. ഈ ചുണ്ടരി മണീനെ കിട്ടിയത് കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് വല്ലാത്ത പണി ഇപ്പം തന്നെ കിട്ടി. കണ്ടില്ലേ, ലാവൻഡർക്ക് വിളയുമ്പോൾ ഇങ്ങനെ കുത്തി കളിച്ചു. ഇന്നത്തെ വീഡിയോ എനിക്ക് അപൂർവമായി നല്ല സ്പെഷ്യലായി തോന്നി. കാരണം എല്ലാ കുത്തറയും എനിക്ക് മാത്രമേ ഒന്ന് വരുന്നുള്ളൂ. അങ്ങനെ ചുഴന്ത മറക്കലല്ല, അത് മടക്കി ഒതുക്കി വെക്കലാണ്. അങ്ങനെ ഞാൻ അത് മടക്കി ഒതുക്കില്ല ജസ്റ്റ്. ഹോയ്, എന്തത് ഇതൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് കെട്ടിപ്പാത്തേക്കാൻ പോകുകയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആവശ്യമുള്ള സമയത്ത് ഓൺലി. നെക്സ്റ്റ് ഈ ഒരു എന്നെക്കാരും വലിയൊരു ഉടുപ്പാണിത്. ഇത് എങ്ങനെയാണ് ഇത്ര വലിയ പഴഞ്ചൻ മോഡലായെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ആൾവൈസ് ഇന്നക്കാരും നല്ല ഉയരം ഇതിനുണ്ട്. ഞാനെന്ത് ചെയ്യാനാ. അങ്ങനെ ഇതിനെ തന്നെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമെങ്കിൽ ആ ബാഗ് മൊത്തം വേണ്ടി വരും. അങ്ങനെയാണ് ഞാനിത് അലങ്കോല ഇട്ട. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത്രയും ഉണ്ടാക്കി കൊതുകോല മലക്കണ പോലെ ഇതിന് കടന്ന് മടക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ വന്നില്ലേ. അതിന് ശേഷം ഞാൻ ഇതും അങ്ങോട്ട് കുത്തിരിക്കി അങ്ങോട്ട് വെച്ചു. എൻ്റെ അപ്പോൾ എന്തത് ഷെടാ. ആൾസോ അങ്ങനെ ഫ്യൂ ലേറ്റേഴ്സ് നമ്മൾ ഡോർ എല്ലായിടവും മടക്കി വെച്ചു. നെക്സ്റ്റ് റെയിൻബോ, ഇതെനിക്കൊരു സ്പെഷ്യാലിറ്റിയാണ്. പക്ഷെ ഇത് ഏതോ കാലത്തെടുത്ത ഒരു ഉടുപ്പാണ് ഗൈസ്. ഈ റെയിൻബോനെ ഞാൻ നല്ലോണം ആഗ്രഹിച്ചെടുത്താണ്. സംഭവം വേറെ ഒന്നല്ല, ഇത് കുറച്ച് ബ്രൈറ്റിംഗ് കളേഴ്സാണ്. അതിന് ഇഷ്ടം എൻ്റെ മുഖത്തും കാണാണ്ട്. ഇതാണ് അന്നത്തെ വൈറൽ. ഈ റെയിൻബോ വൈറലായ കാര്യം മറന്നിട്ടുണ്ടാവും പലരും. എന്തായാലും ഒന്ന് ഓർത്തോക്കൂ, ഓർമ്മ വരും. അങ്ങനെ ഇതിനെ എടുത്തിട്ടും മടക്കി ഒതുക്കി കടുക്കി വെച്ച്. ചേടാ, എന്തോ ഇത്? അതിൻ്റെ ഇടയിൽ ക്യാമറയും തിരിഞ്ഞ് വേറെ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ബാഗിൽ ഒരു സ്ഥലമില്ലാതായി. അങ്ങനെ ബാഗ് നീളം കിട്ടാൻ പറ്റുന്നുണ്ട്. ഞാനത് നീളം കൂട്ടുകയും ചെയ്തു. സുഖമിത്ര നീ. അടുത്തത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ഇത് എന്ന് പറയുന്നത് നല്ല പാർട്ടി വെയറാണ്. അതായത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ സാധനം, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഗൈസ്. ഞാനിതുവരെ ഇത് ഇട്ടിട്ട് പോലുമില്ല. കാരണം എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി. ഞാൻ ഒരു കല്യാണത്തിന് ഇട്ടു എന്ന് തോന്നുന്നു. പിന്നെ തൊട്ടിട്ടില്ല അതിന്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടതാണത്. പ്രത്യേകിച്ച് ബർത്ത്ഡേസിനൊക്കെ കിട്ടുമ്പോൾ അത്ര ഇതല്ലേ.
ഇത് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഷോർട്ട് കുട്ടി മോഡലാണെന്ന്. പക്ഷേ ആ സെൻറ്റ് വെച്ച് ഞാൻ നിലപ്പാക്കി. എന്തൊരു വിധി ഇത്! താൻ എന്താണ് ചെയ്യുന്നത്? സെൻറ്റിൻ്റെ മണത്ത് നോക്കുന്നു. എന്തേ സെൻറ്റിന് മണം ഉണ്ടാവില്ലേ? അയ്യോ! അങ്ങനെ വീണ്ടും ഇതിനെയും ഞാൻ എടുത്ത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ഈ ഒരു അറ അങ്ങോട്ട് പൂട്ടി. ഇത് പിന്നെയും നേരത്തെ പിന്നെയും പൂട്ടാൻ എളുപ്പമായിരുന്നു എന്ന് പറയാം. അങ്ങനെ ക്യാമറ പോസ് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് അങ്ങോട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അത്. ആൻഡ് ഇതാ ഈ ഫ്രണ്ടിൻ്റെ ഈ ഒരു കൊട്ടി അറയിലാണ് നമ്മൾ ഇതിന് ഷോൾസൊക്കെ ഇതാക്കണം. ഇത് ഇന്നത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇത് ഉമ്മാൻ്റെയൊക്കെ ചുരിദാറിൻ്റെ ഷാൾ പറയാൻ എനിക്ക് തോന്നുന്നു. പക്ഷേ എനിക്കിത് സാരി എടുക്കാൻ വലിപ്പത്തിലുണ്ട്. എന്തായാലും കിട്ടിയതല്ലേ, തളിക്കാലത്ത് നിന്നട്ടെ. ഇതൊക്കെ നല്ല ചെയ്യ്. അങ്ങനെ നോളജിനെ കൊണ്ട് രണ്ട് പറയതാക്കി അതിനെയും കൊളാക്കി വെച്ചിട്ട് അവിടെ അങ്ങനെ പിങ്ങിലും നോക്കി ഇരിക്കണേ എൻ്റെ പിടി. ആഹാ, വാട്ട് എ ബ്യൂട്ടിഫുൾ പണിഹാക. അങ്ങനെ പണിഹാകയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടില്ലേ നല്ല വൃത്തിയിൽ അടുക്കി വെച്ചിരുന്ന ഷാലിനെ എടുത്തിട്ട് അതിലങ്ങോട്ട് കുഴമാന്തലാക്കി വെച്ച് തീർന്ന്. നെക്സ്റ്റ് ഇത് കണ്ടാവും ലെവൻഡർ ഷാളാണ്. ലെവൻഡർ ഷാളിൻ്റെ ക്രോസ് കാരണം ഞാൻ എന്തൊക്കെ ഇതിന് കീറുമെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ ഇത് ഞാൻ കുറച്ചൊക്കെ സെൻറ്റാക്കി കേൾക്കാറുണ്ട്. ഇതിൻ്റെ പ്രിയപ്പെട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയലാണ് സോഫ്റ്റ്. പിന്നെ ലാവൻഡർ ഷാളിൻ്റെ ഇത്തിരി ചാടിയും കട്ടി താഴത്തും പോയി അതിനെ എടുത്ത് കുറേ അങ്ങോട്ട് ഇതാക്കി. ആൻഡ് ഫൈനലി ഞാനത് മടക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ വാച്ച് പ്ലസ് ആ ലാവൻഡർ കളർ കാണുമ്പോൾ ആ ലാവൻഡറിൻ്റെ മുട്ട എടുത്ത് തിന്നാൻ തൊടുന്നു. അത്ര എനിക്കിഷ്ടമാണ് ലാവൻഡർ കളർ. മൈ ഫേവറേറ്റ് കളേഴ്സ് ലാവൻഡർ ആൻഡ് ലൈറ്റ് ബ്ലൂ. ആൻഡ് അതൊക്കെ പറഞ്ഞിങ്ങനെ ശേഷം ഞാൻ അതിനെ കുത്തിത്തിരി കഴിച്ച സമയത്താണ് നമ്മുടെ പുതിയ ഉടുപ്പിലെയാണ് കൈസ് ഇതിലും സെൻറ്റൊക്കെ തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഈ പുതിയ ഉടുപ്പ് മീൻസ് നമ്മൾ ആദ്യം മടക്കിയ ഷിമ്മർ ഉണ്ടായിരുന്നില്ലേ, ആ ഷിമ്മറിൻ്റെ ഷാളാണിത്. അതിലൊന്നും കൊണ്ട് ഷിമ്മറിൻ്റെ ഷാൾ കിട്ടിയില്ല എന്ന് വെച്ചാൽ അങ്ങനത്തെ കളർ വേറെ കിട്ടിയില്ല. എന്തായാലും നമുക്ക് പുതിയ മോഡൽ ലേസിൽ മടക്കൊക്കെ ഇങ്ങനെ മടക്കാം. അങ്ങനെ മടക്കി കൊടുക്കി ഞാൻ ഇതിനെയാണ് ആദ്യമായി ഒന്ന് നല്ല രീതിയിൽ മടക്കി വയ്ക്കുന്നത്. ബട്ട് പോടാ, ഇങ്ങനെയാണോ ഞാൻ അതിനൊക്കെ മടക്കി വെച്ചത്? ഇന്നേം കൊണ്ട് വയ്യ. അങ്ങനെ എല്ലാ പ്രതിസന്ധിയും കഴിഞ്ഞ് ഒന്ന് മനുഷ്യൻ സിബ് ഒന്ന് അടക്കാൻ വെച്ച് നോക്കുമ്പോഴോ എന്തൊരു വിധി ഇത്! അങ്ങനെ ഫൈനലി എൻ്റെ നിതൂര കഷ്ടപ്പാടിന് ശേഷം ഞാൻ ആ ബാഗിൻ്റെ വണ്ടിയിലൊന്ന് കിടന്ന് നോക്കിയപ്പോൾ എന്താ സാറ്റിസ്ഫാക്ഷൻ എന്നറിയാം. പിന്നെ ഈ ബാഗ് ഞാൻ അടുത്തുനിന്നല്ലേ മൈ മാം എൻ്റെ മുമ്പൊക്കെ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ബാഗാണ്, അതിനെ ഞാൻ അടിച്ച് മാറ്റിക്കൊടുന്നത്. ആൻഡ് ഇതാണ് എൻ്റെ ഷർട്ട് മണി. ആൻഡ് ഷർട്ട് മണീൻ്റെ ഇതാണിത്. എന്തായാലും എൻ്റെ പേരൊന്നും ഇല്ല. എൻ്റെ ബാഗ് ഉണ്ടാകുമ്പോൾ ഞാനില്ല എൻ്റെ സ്ഥലം വെക്കും. എനിക്ക് ആ പുറത്തിട്ട് സ്കിബിനെ നല്ല ഇഷ്ടം കിട്ടും. അപ്പം എങ്ങനെ ബായ് അമ്മ കുറച്ച് നേരം